നിങ്ങൾ നോക്കൂ, ജനാധിപത്യ ഇന്ത്യയിൽ ഇതുപോലെ മനോഹരമായൊരു കാഴ്ച വേറെയുണ്ടോ? ഇന്നലെ തല്ലുമ്പോൾ ആ തല്ലുകൊണ്ടിട്ടും ഒരല്പം പോലും വാടാതെ നിന്ന് തല്ലു വാങ്ങുന്ന ചെറുപ്പത്തെ കണ്ടില്ലേ? ഫീലിംഗ്സ് ഒന്നുമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ കരയുന്നത്? അതും കണ്ണിന്റെ ഫീലിംഗാ, സന്തോഷാശ്രു. ചോര വാർന്നൊലിക്കുന്ന ചെറുപ്പക്കാരെ ഞങ്ങൾ കണ്ടു, അതിലൊരാൾ പോലും കരയുന്നില്ല. ഒരു ഫീലിംഗും ഇല്ല. അവർ ഈ തല്ലുകൊണ്ടിട്ടും ഭയചകിതരായി പുറകോട്ട് പോവല്ല, അവരുടെ മുഖത്തപ്പോഴും തീയാണ്. ഈ ചർച്ചയിൽ വന്നിട്ട് റഹീം പറയുന്നുണ്ട് SFIയും ASFും DYFI ഒക്കെ കൂടി നടത്തിയിട്ടുള്ള സമരമാണെന്ന്. നിങ്ങൾക്ക് ലജ്ജ തോന്നില്ലേ? ഇതിൽ കാണേണ്ട കാര്യം, ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു നടക്ക് പോവില്ലല്ലേ? പോലീസിന്റെ എല്ലാ പ്രതീക്ഷകളെയും, അതായത് സർക്കാരിന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റി. 2 ദിവസം മുമ്പാണ് ഡൽഹി പോലീസ് കമ്മീഷണറെ അമിത്ഷാ മാറ്റി പുതിയൊരാളെ, തങ്ങൾക്ക് ഏറ്റവും ബിഫിറ്റിംഗ് ആയ ഒരാളെ അവർ കൊണ്ടുവച്ചത്, കംഫർട്ടബിൾ ആയ ഒരാളെ വെച്ചത്. എന്നിട്ട് എന്തായി? അവരൊരു വലിയ പ്ലാൻ ഉണ്ടാക്കി ഈ സമരത്തെ പൊളിക്കാൻ. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ യഥാർത്ഥത്തിൽ ബോധപൂർവമായി ഈ കലാപം, അത് പോലീസ് സൃഷ്ടിച്ച കലാപമാണ്. അപ്പറഞ്ഞത് മുഴുവൻ ശരിയല്ലേ സഖാവേ? താൻ തന്റെ പാട് നോക്കണോ, തന്റെ ഉപദേശമൊക്കെ വല്ല കവലയിലും പോയി പറഞ്ഞാൽ മതി. പോലീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നെയിം ബോർഡ് ഇല്ലാത്തവർ, അർദ്ധ സൈനിക വ്യൂഹം, അതോടൊപ്പം തന്നെ വ്യത്യസ്ത ഇതുപോലുള്ള ആംഡ് ഏജൻസികൾ, ഇവരെല്ലാവരും. ഇതിനു പുറമെ നിങ്ങൾ കണ്ടില്ലേ, വലിയ ലാത്തിയുമായി പോലീസിനൊപ്പം നിന്ന് സമരക്കാരെ അടിച്ചൊതുക്കുന്ന പോലീസുകാരല്ലാത്തവർ. അതാ ഞാൻ പറഞ്ഞത്, ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ അവരുടെ പോലീസ് സേനയ്ക്കൊപ്പം ഇങ്ങനെ യൂണിഫോം ഇല്ലാതെ നിന്ന് ആക്രമിക്കാൻ പറ്റുമോ? യൂണിഫോം എന്ന് വെച്ചാൽ ഈ നമ്മുടെ പൂർണ്ണമായും യൂണിഫോം ഇല്ലാതെ, ഐഡന്റിറ്റി ഇല്ലാതെ ഇതുപോലെ ആക്രമിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയെല്ലാം ആക്രമിച്ച് ഇന്നലെയോടുകൂടി ഇത് അവസാനിക്കാം. എന്നിട്ട് അതേ സമയം തന്നെ പോലീസ് എന്താ ചെയ്തേ? പോലീസ് വളരെ ക്ലിയറായി ഈ പറയുന്ന ജന്തർ മന്ദർ കീഴടക്കുന്നു. അവരുടെ ഈ സമരപ്പന്തൽ ഏതാണ്ട് ഇല്ലാതാക്കുന്നു, ഉപയോഗിക്കാൻ പറ്റാത്ത വിധമാക്കുന്നു. അവിടെയുള്ള മുഴുവൻ പേരെ അവിടെ നിന്ന് മാറ്റുന്നു. മണിക്കൂറുകൾക്കകം, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ അവരുടെ കൺവെൻഷനെ കുറിച്ച്, അവർ അതേ ആളുകൾ അവിടേക്ക് തിരിച്ചു വരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല മഴയത്ത് പോലും പിന്തിരിഞ്ഞു പോകാതെ, ഒരു നിമിഷം പോലും മുദ്രാവാക്യം നിലച്ചു പോകാതെ അവരവിടെ നിന്ന് വന്ദേ മാതരം വിളിക്കുന്നു, ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നു, അവർ ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ ഈ ജനത്തിന്റെ, വിദ്യാർത്ഥികളുടെ വികാരത്തെ, സെന്റിമെന്റ്സിനെ, അവരുടെ കൺവിൻഷനെ ഈ സർക്കാർ, ഈ ഏകാധിപത്യ സർക്കാർ തോറ്റുപോവാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ നിങ്ങൾ നോക്കൂ, ജനാധിപത്യ ഇന്ത്യയിൽ ഇതുപോലെ മനോഹരമായൊരു കാഴ്ച വേറെയുണ്ടോ? ഇന്നലെ തല്ലുമ്പോൾ ആ തല്ലുകൊണ്ടിട്ടും ഒരല്പം പോലും വാടാതെ നിന്ന് തല്ലു വാങ്ങുന്ന ചെറുപ്പത്തെ കണ്ടില്ലേ? ഞാൻ ഇന്നലെ കണ്ടല്ലോ, ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഒരു പോലീസ് വാഹനത്തിനകത്ത് അവരെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ചോര വാർന്നൊലിക്കുന്ന ചെറുപ്പക്കാരെ ഞങ്ങൾ കണ്ടു, അതിലൊരാൾ പോലും കരയുന്നില്ല. അവരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ നിർബന്ധിച്ചവരെ ഇറക്കാണ്. അവർ ഈ തല്ലുകൊണ്ടിട്ടും ഭയചകിതരായി പുറകോട്ട് പോവല്ല. നിങ്ങൾ ആലോചിക്കണം, അവരുടെ മുഖത്തപ്പോഴും തീയാണ്. പോലീസോ വേണമെങ്കിൽ പട്ടാളം തന്നെ പറഞ്ഞടാ, ആറ്റം ടാങ്ക് പോലെ നിൽക്കും ഈ PP ശശി. ഇവർക്ക് പണം കൊടുത്ത് പാർലമെന്റിനകത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പറ്റും. ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ, കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ BJPക്കെതിരെ സംസാരിച്ചുകൊണ്ട് ഇപ്പുറത്തെ വശത്തിരുന്ന പല പാർട്ടികൾ തന്നെയും ഇപ്പോഴപ്പുറത്തായി. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണ് വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുന്നത്. നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ നീ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്നത്? ഞാൻ ശങ്കുറ്റിദാസിനെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് ആ പണി ചേരും. ഏതാണ്? അൾട്രാ റൈറ്റിന്, അത് തീവ്ര വലതുപക്ഷത്തിന്. കാര്യം നിങ്ങൾക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റി ഇല്ല. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കോൺഫിഡൻസ് അതിലാണ്. പക്ഷേ നിങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ചരിത്രവും ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മനസ്സിലെ, ചെറുപ്പത്തിന്റെ മനസ്സിലെ തീയും കാണാതെ പോയി. ഈ വലതുപക്ഷത്തിന്റെ ഒരു വലിയ ആത്മവിശ്വാസമാണ്, നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസമാണ്. കാരണം MP-മാരെ വിലക്കെടുക്കുന്നത് പോലെ, രാഷ്ട്രീയ പാർട്ടികളെ വിലക്കെടുക്കുന്നത് പോലെ, ED ഉപയോഗിച്ച് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ ഭരണവും, പിന്നെ ബംഗാളിലാണെങ്കിൽ പ്രതിപക്ഷത്തെയും സൃഷ്ടിക്കുന്നത് പോലെ ഇതിനെ എങ്ങും മാനേജ് ചെയ്യാമെന്ന് കരുതി നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇതിന് തെറ്റാനുള്ള ഒരു കാരണം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലോ ഇന്ത്യയിൽ അതിനുശേഷം നടന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലോ ഈ RSS അല്ലെങ്കിൽ സംഘപരിവാർ, ഇന്ത്യയിലെ ഈ റൈറ്റ്, ഇന്ന് ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അൾട്രാ റൈറ്റ് എവിടെയും ഉണ്ടായിരുന്നില്ല. വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി മണ്ടത്തരം എഴുന്നള്ളിക്കല്ലേ? ഈ ചർച്ചയിൽ വന്നിട്ട് റഹീം പറയുന്നുണ്ട് SFIയും ASFും DYFI ഒക്കെ കൂടി നടത്തിയിട്ടുള്ള സമരമാണെന്ന്. നിങ്ങൾക്ക് ലജ്ജ തോന്നില്ലേ? ഈ സോനം വാങ്ചുകിന്റെ കൂടെ നിരാഹാരം നടത്തിയത് 23 ദിവസം ഐസയുടെ, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷന്റെ 3 നേതാക്കന്മാരായിരുന്നു. SFIക്കാരും DYFIക്കാരും ഒന്നും അല്ല.
സോനം വാങ്ചുക്കിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജിയിൽ പോലും ഈ കൂടെയുള്ള 3 പേരുടെ ജീവൻ രക്ഷിക്കണമെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവസാനം എങ്ങനെയെങ്കിലും ഈ സമരം നിർത്തിയിട്ടൊന്ന് ജീവൻ രക്ഷിച്ചാൽ മതി എന്നുള്ള നിലയിലേക്ക് അവർ പോയി. ആ നിലയിൽ നിങ്ങൾ പോലും പൂർണ്ണമായിട്ട് അവഗണിച്ച കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ലീഡർ നിയമനവും അതേപോലെ തന്നെ PM ശ്രീയിലെ നിലപാടും അതല്ലെങ്കിൽ ഈ പറയുന്ന KSU നേതാവായിട്ടുള്ള അരോക്ഷ സേവരെ കാണാൻ കൂട്ടാക്കാത്തതും മാത്രം ചർച്ച ചെയ്തിരുന്നിരുന്ന നിങ്ങൾ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തിന്റെ 21ാമത്തെ ദിവസം ഫുട്ബോൾ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി കേരളത്തിന് അവധി കൊടുത്തിട്ടുള്ള നിങ്ങൾ അതിന്റെ അടുത്ത ദിവസം പെട്ടെന്ന് സാമൂഹ്യ പ്രതിബദ്ധത മൂത്ത് വന്ന് ചർച്ച നടത്തുന്ന കാണുമ്പോൾ എനിക്ക് കൗതുകം തോന്നുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ 2 പ്രതിനിധികൾ 2 നിലപാടല്ലേ എടുക്കുന്നത്. ഡൽഹിയിൽ നിന്ന് സംസാരിക്കുന്ന MP-മാരാണെങ്കിൽ എരവാദം പറയുന്നു, ഞങ്ങളെ അടിക്കുന്നു, ഞങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അതേസമയത്ത് കേരളത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധി വീരവാദവും പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ വീട്ടിന്റെ ഉമ്മർത്ത് പോയിട്ടാണ് സമരം ചെയ്യുന്നത്, ഇതാ കണ്ടോ, ഞങ്ങളെ കൊണ്ട് ഇതിനേക്കാൾ വലുത് ചെയ്യാൻ പറ്റും, അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഡീൻ കുര്യാക്കോസ് അടിച്ചതിലൊരു തെറ്റുമില്ല, ഇത് തന്നെയാണ് സമരത്തിന്റെ മാർഗം എന്ന് പറയുന്നു. നല്ല ഫ്രഷ് ഐഡിയ. അതായത് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള നിലപാടില്ലായ്മയും നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ സമരത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഡൽഹി പോലീസിന്റെ എല്ലാ നിയന്ത്രണ ഓർഡറുകളെയും മറികടന്നുകൊണ്ട് അവർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റൽ ടെറിട്ടറിയാണ്. അവിടെ പ്രത്യേകമായിട്ട് നിയന്ത്രണങ്ങൾ എല്ലാ സമയത്തുമുണ്ട്. അതുകൂടാതെ ഇപ്പോൾ പാർലമെന്റ് സെഷനിലുമാണ്. അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റ് മാർച്ചുകൾക്ക് ഒരു തരത്തിലും അനുമതി കിട്ടാനുള്ള സാഹചര്യമില്ല. അവിടെ അനുമതി ലഭിക്കാതെ തന്നെയാണ് CJP ഈ പാർലമെന്റ് മാർച്ചുമായി മുന്നോട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകും. അതിനുശേഷം നിയമവിരുദ്ധമായിട്ടുള്ള ഈ പ്രവൃത്തിയിൽ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് അക്രമമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. കാരണം അവിടെ പോലീസിനെതിരെ കല്ലേറുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. പോലീസ് തടയാനായിട്ട് വെച്ചിരുന്ന ബാരിക്കേഡുകൾ ഇവർ തള്ളിമറിച്ചിരുന്നു. അതിനുശേഷം വ്യാപകമായിട്ടുള്ള വാൻഡലിസമാണ് അവിടെ നടത്തിയത്. പോലീസിന്റെ വാഹനങ്ങൾ അടിച്ചു തകർത്തു. സ്വകാര്യ വാഹനങ്ങളും മറ്റ് പൊതുവാഹനങ്ങളും ഒക്കെ തന്നെ അവർ അടിച്ചു തകർത്തു. അതുകൊണ്ട് അവസാനം പോലീസിന് ലാത്തി ചാർജ് ചെയ്യേണ്ടി വന്നു. ചില സമയങ്ങളിലൊക്കെ തന്നെ അവർക്ക് കണ്ണീർ വാതകവും പ്രയോഗിക്കേണ്ടതായിട്ട് വന്നു. അക്രമികളായിട്ടുള്ള നിരവധി ആൾക്കാർക്കെതിരെ പല സ്ഥലങ്ങളിൽ പല FIRകൾ ഇടേണ്ടി വന്നിട്ടുണ്ട്. 110-ലധികം പോലീസുകാർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. 60 പ്രതിഷേധക്കാർക്കും പരിക്കുപറ്റി എന്നാണ് പറയുന്നത്. ഈ പരിക്കു പറ്റിയിരിക്കുന്നതിൽ 2 ഭാഗത്തും സ്ത്രീകളടക്കമുണ്ട്. അതായത് പോലീസിന്റെ ഭാഗത്ത് വനിതാ കോൺസ്റ്റബിൾമാരും പ്രതിഷേധക്കാരുടെ ഭാഗത്ത് വിദ്യാർത്ഥിനികളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വിദ്യാർത്ഥികൾ ഉത്തരവാദിത്തത്തോടുകൂടി കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ അക്കൗണ്ടബിലിറ്റി ഡിമാൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്തിനാണ് പൊതുമുതൽ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പോയത് എന്നുള്ളതാണ്. കൂടുതൽ അക്കൗണ്ടബിലിറ്റി കേന്ദ്ര സർക്കാരിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുമുതൽ നശിപ്പിക്കുക, പോലീസ് സംവിധാനത്തിന്റെ വാഹനങ്ങളൊക്കെ തന്നെ നശിപ്പിക്കുക എന്ന് പറയുന്നതും പോലീസുകാരെ കല്ലെറിയുകയും ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ജനാധിപത്യ മൂല്യമാണ് കാണിക്കുന്നത് എന്നതിനെക്കുറിച്ച് അഭിജിത്ത് ദീപ്കെ അടക്കമുള്ള ആൾക്കാരാണ് വിശദീകരിക്കേണ്ടത്. അത് ശരിയാ. ഈ കാര്യത്തിൽ ഒരു കാരണവശാലും ഡൽഹി പോലീസിനെ കുറ്റപ്പെടുത്താനായിട്ട് കഴിയില്ല. പോലീസിന്റെ വാഹനങ്ങളെല്ലാം തന്നെ തല്ലിത്തകർത്ത് പോലീസുകാർക്കെതിരെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചതിന് ശേഷം അയ്യോ ഞങ്ങൾ വിദ്യാർത്ഥികളാണേ, ഞങ്ങളെ തല്ലാൻ പാടില്ലേ എന്ന രീതിയിലേക്കുള്ള ഇരവാദം ഉയർത്തുന്നത് ഒരു തരത്തിലുള്ള ആശാസ്യ നടപടിയുമല്ല എന്നതിനെക്കുറിച്ച് ഈ പ്രതിഷേധക്കാർ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. തന്നെയുമല്ല, റോഡ് തടഞ്ഞ് മറ്റുള്ള ആൾക്കാരുടെ യാത്രാ സ്വാതന്ത്ര്യത്തിനെ തടയുന്ന എല്ലാ തരത്തിലുള്ള സമരമാർഗങ്ങളും പ്രാകൃതമാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടുള്ളതല്ല. മറ്റുള്ള ആൾക്കാരുടെ ആവശ്യവും മാനുഷിക പരിഗണനയോടുകൂടി തന്നെ പരിഗണിക്കേണ്ടതാണ്. അവർക്കും പൊതുവഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അന്തസ്സുമെല്ലാം തന്നെ അവർക്കും നമ്മൾ അനുവദിക്കേണ്ടതാണ് എന്നുള്ള ഒരു സഹജീവി സ്നേഹവും കരുതലും പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അവരുടെ അക്കൗണ്ടബിലിറ്റി ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ഇനി ഇതിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഈ തങ്ങളുടെ ഡിമാൻഡ് എന്താണ് എന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ CJPയുടെ ആൾക്കാർ പറയുന്നതും വളരെ വേഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ചോദ്യപേപ്പർ ചോർച്ച തുടർച്ചയായിട്ട് ഉണ്ടാകുന്നതിനെതിരെ അതിനെ തടയാനുള്ള മാർഗങ്ങൾ നമുക്ക് വേണം. കൂടുതൽ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഉണ്ടാകണം. വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാകണം എന്നൊക്കെയുള്ള എൻഡ് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷേ ഇതൊക്കെ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ആക്ഷനബിൾ ആയിട്ടുള്ള ഒരു മോഡൽ സജസ്റ്റ് ചെയ്യുന്നതിന് അവർക്ക് കഴിയുന്നില്ല.
എങ്ങനെയാണ് ഇതിൽ കൂടുതൽ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാൻ കഴിയുന്നത്, എങ്ങനെയാണ് ഇതിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും ട്രാൻസ്പെറൻസിയും കൊണ്ടുവരാൻ കഴിയുന്നത്, എന്തൊക്കെ സജഷൻസ് ആണ് കുട്ടികളുടെ മാനസിക സമ്മർദ്ദത്തിനെ ലഘൂകരിക്കാനായിട്ട് വിദ്യാർത്ഥികൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് കൊടുക്കാനായിട്ട് ഈ CJPക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ സമരം എന്നതിനെ കുറച്ചുകൂടി ആൾക്കാർ വൈഡറായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം.